ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ നീക്കങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ നിന്നെ കൊണ്ടേ സാധിക്കൂ. നീ മറുപടി ഒന്നും പറഞ്ഞില്ല. പരുത്തിക്കുന്ന് കോളനി ഞാൻ വളർന്ന മണ്ണ, എന്റെ മണ്ണ്. ഞാൻ പിച്ച വെച്ച് നടന്നു പിടിച്ച മണ്ണ്. അത് ഞാൻ ഒരാൾക്കും വിട്ടുകൊടുക്കില്ല. കളക്ടറുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ നീക്കങ്ങളും ഞാൻ ബ്ലോക്ക് ചെയ്തോളാം. അവൻ പറഞ്ഞതാ സ്വാമി. കളക്ടറുടെ മുന്നിൽ അവന്റെ ഒരു തട അവനായിട്ട് തന്നെ കെട്ടി ഉയർത്തിയിരിക്കും. പക്ഷേ ആ തടയ്ക്കപ്പുറം നമുക്കൊരു തട അവൾക്ക് വേണ്ടി കെട്ടണം. ആ തട ഉറയ്ക്കാനായിട്ട് ഒരു രക്തബന്ധക്കൂട്ടും അരച്ചങ്ങ് ചേർത്തേക്ക്. മനസ്സിലായില്ല. കളക്ടറുടെ ചോര പരുത്തിക്കുന്നിൽ വീഴണം. ചെറിയ ഒരു രക്താഭിഷേകം, അതും ചുവന്ന പൂക്കൾ കൊണ്ടാകുമ്പോ വീഴുന്ന ചോരത്തുള്ളികൾക്ക് മികവേറും. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ ആണ് വെടിയുണ്ടായെന്ന് അവൾ അറിയണം. അറിയിക്കും ഞാൻ. അങ്ങനെ അങ്ങ് പോയാലോ? എന്റെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കിട്ട് പോയാ മതി. ചന്ദ്രേ, നീ വണ്ടിന്ന് വിട്ടു മാറിക്കേ. ഞാൻ പിന്നെ എന്റെ കാര്യങ്ങൾ ആരോട് പറയും? എല്ലാം ഒരു കൂട്ടി വളർത്താവുന്ന കടവ കുഞ്ഞുങ്ങളാ. അച്ഛനായാലും അമ്മയായാലും ആങ്ങളായാലും. പറയുന്നതൊന്ന് കേൾക്കാനുള്ള മനസ്സ് പോലും കാണിക്കുന്നില്ല. പിന്നെ എന്റെ സങ്കടങ്ങൾ ഞാൻ ആരോട് ചെന്ന് പറയും? ഇത് വലിയ ശല്യമായല്ലോ. ശരി, നിനക്ക് എന്താ പറയാനുള്ളത്? എനിക്കിപ്പോ കല്യാണം വേണ്ട. എനിക്ക് എന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് മതി കല്യാണം. കോഴ്സ് മണ്ണാകട്ടെ. എടി, നിന്റെ കഴുത്തിൽ താലി കയറണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന അച്ഛനാ, മാണിക്യോത്ത് മഹേന്ദ്രൻ. അതുപോലെ നടക്കൂ. നീ അങ്ങോട്ട് മാറിക്കേ. ശിവേട്ടൻ ഇതിൽ എന്നെ സഹായിക്കൂല്ലയോ? അതാ എനിക്ക് അറിയണ്ടേ. കുട്ടിക്കാലം തൊട്ടേ എന്റെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു തന്നിട്ടുള്ള ആളാ ശിവേട്ടൻ. എടി, എനിക്ക് ഈ വീട്ടിൽ വന്ന് അന്തി ഉറങ്ങാനുള്ള ഒരു അവകാശം അച്ഛൻ എനിക്കിപ്പോ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നീയായിട്ട് അതും കൂടി ഇല്ലാതാക്കാനാണോ നിന്റെ തീരുമാനം? എന്റെ ഏട്ട, കല്യാണത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. നീ ചിന്തിക്കരുത്. നിന്റെ കല്യാണം അല്ലേ, അത് ചിന്തിക്കേണ്ടത് അച്ഛനമ്മയൊക്കെ തന്നെയാ. ഇനി നീ എന്തെങ്കിലും ചിന്തിച്ചു വെച്ചിട്ടാണ് എന്റെ മുന്നിൽ നിന്ന് ഈ ആട്ടം ആടുന്നതെങ്കിൽ ആ ചിന്ത കടയോടെ വെട്ടി തെക്കേപ്പുറത്തെ പുളിമരച്ചോട്ടിൽ അങ്ങ് ഇട്ടേക്ക്. ഒടുവിലെന്റെ പെങ്ങൾ ഒരാളെയും പുളിമരച്ചോട്ടിലിരുത്തിയെന്നുള്ള ആക്ഷേപമൊന്നും കേൾക്കണ്ടല്ലോ. എന്റെ പൊന്നെ, അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. സംഗതി എന്തെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് വിട്ടേക്ക്. എന്നാ പിന്നെ വരട്ടെ. ഒരുപാട് കാര്യങ്ങള് എനിക്കിന്ന് നടത്താനുണ്ട്. ഇവിടെ നിന്നാൽ വേറെന്തെങ്കിലുമൊക്കെ നടക്കും. നോക്ക് ശിവേട്ടാ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ശിവേട്ടിന് വരുമ്പോ അപ്പൊ ഞാനും സപ്പോർട്ട് ചെയ്യാം. പുറത്തുനിന്നുള്ള ഒരു സപ്പോർട്ടും ഞാൻ തൽക്കാലം എടുക്കുന്നില്ല. ഐ എം വെരി വെരി സോറി മൈ സിസ്റ്ററെ. ദിസ് കേസ് ഈസ് വെരി വെരി ഡേഞ്ചറസ്. ക്രൂരനായ നമ്മുടെ അച്ഛന്റെ തോക്കിന്റെ ഉണ്ടക്ക് ഭാര്യയെന്നോ മക്കളെന്നോ ഉള്ള ഒരു നോട്ടവും ഇല്ല. അതുകൊണ്ട് സോറി സോറി സോറി. പൊന്നുവളം കൊണ്ട് മാറി നിൽക്കേ. ദുഷ്ട, മാറി നിൽക്കണേ അങ്ങോട്ട്.